Welcome to Garam Masala, the magic spices of cooking. ഈസി ബ്രെഡ് പിസ്സ. ഇന്ന് നമുക്ക് ബ്രെഡ് പിസ്സ തയ്യാറാക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു പിസ്സയാണിത്. ഇവിടെ ഞാൻ വെജിറ്റേറിയൻ വേർഷൻ ആണ് തയ്യാറാക്കുന്നത്. ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വെജിറ്റബിൾ മിക്സ് തയ്യാറാക്കാം. ഏത് വെജിറ്റബിൾ വേണമെങ്കിലും എടുക്കാം. ഞാൻ ഇവിടെ 1/4 കപ്പ് വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാബേജ്, ക്യാരറ്റ്, ബെൽ പെപ്പർ, ഒനിയൻ, ടൊമാറ്റോ ഇവയാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. അടുത്തതായി 1/4 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിംഗ് ചേർക്കാം. ഈ ഇറ്റാലിയൻ സീസണിംഗ് ഓപ്ഷണൽ ആണ്. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ പിസ്സ തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടിയുള്ള വെജിറ്റബിൾ മിക്സ്, ബ്രെഡ് സ്ലൈസസ്, മോസറല്ല ചീസ് ഇവയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ഞാനൊരു നോൺ സ്റ്റിക് പാൻ ആണ് എടുത്തിട്ടുള്ളത്. ഈ പാനിനെ നമുക്ക് ബട്ടർ കൊണ്ടൊന്ന് തുടച്ചെടുക്കാം. ബട്ടറിന് പകരമായി ഗീയോ ഓയിലോ ഉപയോഗിക്കാം. ഇനി നമുക്ക് 2 ബ്രെഡ് സ്ലൈസ് വെക്കാം. ഇതിനെ നമുക്ക് ചെറുതായി ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ബ്രെഡിന്റെ ഒരു സൈഡ് ടോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം ഇതിനെ തിരിച്ചിടാം. ഈ ബ്രെഡ് സ്ലൈസിന്റെ മുകളിലായി നമുക്ക് പിസ്സ സോസ് അപ്ലൈ ചെയ്യാം. പിസ്സ സോസിന് പകരമായി ടൊമാറ്റോ കെച്ചപ്പും ഉപയോഗിക്കാം. ഞാനിവിടെ ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 1 ടീസ്പൂണോളം നമുക്ക് പിസ്സ സോസ് ഉപയോഗിക്കാം. കുറച്ച് റിച്ച് ആയിട്ടുള്ള പിസ്സയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം കുറച്ച് ചീസ് സ്പ്രെഡ് ചെയ്യാം. മോസറല്ല ചീസാണിത്. 1-2 ടേബിൾ സ്പൂൺ മതി. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾ മിക്സ് വെക്കാം. ബ്രെഡിന്റെ മുകളിൽ നന്നായി തന്നെ സ്പ്രെഡ് ചെയ്യണം. വെജിറ്റബിൾസ് കുറച്ച് അധികം തന്നെ വെക്കാം. ഈ വെജിറ്റബിൾസിനെ കവർ ചെയ്യുന്നത് പോലെ വീണ്ടും ചീസ് സ്പ്രെഡ് ചെയ്യണം. ഫ്ലെയിം ഓൺ ചെയ്തതിനു ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് ഈ പിസ്സയെ തയ്യാറാക്കിയെടുക്കാൻ. ചീസ് മെൽറ്റ് ആയി വരുന്നത് വരെ നമുക്ക് അടച്ചു വെക്കാം. നമ്മുടെ ചീസ് എല്ലാം മെൽറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിതിനെ പാനിൽ നിന്നും മാറ്റാം. നമ്മുടെ ബ്രെഡ് സ്ലൈസിന്റെ അടിഭാഗം നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബ്രെഡ് പിസ്സ തയ്യാറായിട്ടുണ്ട്. നമുക്കിതിനെ ചൂടോടുകൂടെ തന്നെ സെർവ് ചെയ്യാം. താങ്ക് യു.